ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടല്ലേ? അപ്പം നമുക്കറിയാം, നമ്മളിന്ന് അധ്യാപകരും മാതാപിതാക്കളും എല്ലാം ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലമാണ് ഇതുപോലെയുള്ള ഡ്രഗ് മാഫിയ, അതിനെതിരെയുള്ള ക്യാമ്പയിനിങ്, മറ്റു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൽ വന്ന് ഇവർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എമർജിങ് വൈക്കമെന്ന് പറഞ്ഞ് അവരുടെ സോഷ്യൽ കൂട്ടായ്മയിൽ നിന്നും ഒരു ഷോർട്ട് ഫിലിം നമുക്ക് വേണ്ടി ഉണ്ടായി. നമുക്കതിൽ അഭിമാനിക്കാം. നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ വൈക്കത്തു നിന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രവർത്തനം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വൈക്കത്തുകാരെന്ന നിലയിൽ നമുക്കൊക്കെ അതിൽ അഭിമാനിക്കാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. വളരെ ലളിതമായ ആശയവും ലളിതമായ അഭിനയ രീതികളുമെല്ലാം, നല്ല 2 കലാകാരന്മാരെല്ലാവരും, ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും ആ ചെറിയതാണെങ്കിൽ പോലും അതിനെ അവരുടേതായ സംഭാവനകൾ നൽകി അതിനെ മികച്ചതാക്കാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ടീമായിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം ഒരു അനുഭവമാകുന്ന രീതിയിൽ കാണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം എമർജിങ് വൈക്കത്തിന് ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ചെയ്യാനും സമൂഹത്തെ പരിവർത്തനപ്പെടുത്താനും ഇതുപോലെയുള്ള മക്കളുടെ ആശയങ്ങൾ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യം നമ്മളിവിടെ സ്കൂളിൽ പറയും. ഞങ്ങളത് പറയുമ്പം ഒരു പരിധി വരെ നമ്മളെ ഒരു ശത്രുതാ മനോഭാവത്തിലാണ്. സാർ ആദ്യം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മളെ അത് മക്കൾ ശത്രുതാ മനോഭാവത്തിലല്ലേ, ടീച്ചറിനെ അതിന് ഇഷ്ടമില്ല, ടീച്ചർ എന്തിനാണ് ഇങ്ങനെയൊക്കെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. ഭയങ്കര വിദൂരതയിലായി. നമുക്ക് പിള്ളേരെ വഴക്ക് പറയാനും പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വളരെ ലളിതമായി നമ്മൾ അധ്യാപകരും അച്ഛനമ്മമാരും ഒക്കെ ഫേസ് ചെയ്യുന്നൊരു ആനുകാലിക പ്രസക്തിയുള്ളൊരു സംഭവത്തെ ഇത്ര ലളിതമായി ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇനിയും നിങ്ങൾക്ക് ഇതിനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഇവിടുത്തെ അധ്യാപകരുടെ പേരിലും എല്ലാ മക്കളുടെയും പേരിലും അതിനുള്ള നന്ദി അറിയിക്കും. നമ്മുടെ ഇപ്പോൾ ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ഈ ഒരു വലയത്തിനുള്ളിലാണ്. എല്ലാ സ്ഥലത്തും ഇത് വളരെയധികം അവൈലബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ശ്രദ്ധയോടെ, വളരെ ആകാംക്ഷയോടെയാണ് ഇത് കേട്ടിരുന്നത്. അവർക്ക് ചുറ്റുമൊക്കെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇങ്ങനെ ഈ യൂസ് ചെയ്യാനും, ഇതുപോലെ ബസ് കിട്ടാതെ ബസ്സിന് പകരം മറ്റുള്ള വണ്ടികളിൽ കയറി പോകാനും ഒക്കെയുള്ള പ്രവണത നമുക്ക് കാണാം. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. വൈക്കത്ത് നിന്ന് പോരുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തും തന്നെ കാണാം കുട്ടികൾ മറ്റ് വാഹനങ്ങളിൽ പോകാനായിട്ട് ഒത്തിരിയധികം ഇങ്ങനെ ട്രിപ്പിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നതും കൈ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോടെല്ലാം ഈ പറയുന്ന ട്രാപ്പുകളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നതിലുപരി ഒരു റിയലായിട്ടുള്ള ഒരു ലൈഫിൽ ഒരാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ നല്ലതായിട്ട് ആവിഷ്കരിച്ച എമർജിങ് കേരളയ്ക്കും അത് ഇങ്ങനെ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ഒരു മെസ്സേജ് നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായി, അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ത്രെട്ടുകളെ എങ്ങനെ അതിജീവിക്കാമെന്നും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും ഒക്കെ ഇതൊരു നല്ല പാഠമാണ്, അല്ലെങ്കിൽ നല്ലൊരു ലേണിംഗ് ഇതിനകത്തുനിന്നുണ്ട്. വളരെ നല്ലൊരു ഫിലിമായിരുന്നു. ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് ഫിലിം നടത്തിയ എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇപ്പം ഈ സ്കൂൾ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഡ്രഗ് മാഫിയയുടെ. അതിനെ എങ്ങനെ പ്രതിരോധിക്കാനൊക്കെ ഈ ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ കാണിച്ചു തന്നു. ഇപ്പം